മാതൃഭൂമിയുടെ ഒരു ചർച്ച കാണുകയായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശന്റെ ഒരു ചിത്രം മുഖ്യമന്ത്രി പുറത്തേക്ക് വിട്ടല്ലോ. അതായത് പഴയ ചിത്രം തന്നെയാണ്. ഇതുവരെ 2006 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മനയ്ക്കപ്പടി സ്കൂളിൽ പോയിട്ട് അദ്ദേഹം ഭാരതാംബയെയും RSSന്റെ സർസംഘചാലകമായിട്ടുള്ള രണ്ടാമത്തെ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ താണ് വണങ്ങി നിൽക്കുന്ന സംസാരിക്കുന്ന ഒരു സംഘി ചിത്രം. ആ ചിത്രത്തെക്കുറിച്ച് ഇതുവരെ ഒരിക്കലും അഭിപ്രായം പറയാതെ 2013 മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത വിഷയത്തെക്കുറിച്ച് മാത്രം അഭിപ്രായം പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്ന സതീശൻ നിങ്ങൾ കണ്ടല്ലോ. ആ വിഷയം ഇന്നലെ മാതൃഭൂമിയുടെ ചർച്ചയ്ക്കെടുത്തു. സ്വാഭാവികമായിട്ടും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എതിർ പാനലിസ്റ്റിനെ നമ്മൾ അധിക്ഷേപിക്കേണ്ടി വരുന്നത് എപ്പോഴായിരിക്കും. അത് ചർച്ചയിൽ മാത്രമല്ല, ഏത് സന്ദർഭത്തിലായിക്കോട്ടെ, ഒരാൾ പറയുന്ന വിഷയത്തെ കൗണ്ടർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്തുണ്ടാകും? പ്രകോപനമുണ്ടാകും. പറയുന്ന കാര്യത്തെ നമുക്ക് ഖണ്ഡിക്കാൻ നമ്മുടെ കയ്യിൽ ആയുധമില്ല, നമ്മൾ നിരായുധരായി തീർന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് പലപ്പോഴും വ്യക്തി അധിക്ഷേപത്തിലേക്ക് കടക്കുക, അല്ലെങ്കിൽ ഈ പുലഭ്യം പറയുക, പുലയാട്ട് നടത്തുക എന്നൊക്കെ പറയുന്നത് ആ സന്ദർഭത്തിലാണ്. അതിന്നലെ കൃത്യമായിട്ട് മാതൃഭൂമി ചർച്ചയിൽ ജയിക്കിന്റെ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടു. ഇത്രയും കാലം ഒളിപ്പിച്ചു വച്ചിരുന്ന സതീശന്റെ സംഘി ബന്ധത്തിന്റെ ആ കളസം കീറുന്ന അവസ്ഥയായിരുന്നു ജയിക്കിന്റെ പരാമർശങ്ങൾ. അതോടുകൂടിയാണ് കോൺഗ്രസ് നേതാവിന്റെ പിടിവിട്ടു പോയത്. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ കാണും. കോൺഗ്രസ്സുകാർക്ക് ചരിത്രം അറിയില്ല. കോമാളി ചരിത്രം കോമാളിയാണ് ജയിക്ക്. കോമാളി എനിക്ക് പറയാൻ ഇടപെട്ടേ പറ്റുള്ളൂ. തോമസ് ഐസക് രമേശ് പിഷാരടിനെ കോമാളി എന്ന് വിളിച്ചപ്പോൾ താങ്കൾക്ക് പ്രശ്നമായിരുന്നല്ലോ. ഇപ്പൊ പ്രശ്നമില്ലേ കോമാളിന്ന് താങ്കൾ വിളിക്കുമ്പോൾ? അയ്യേ വിളിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് ചുറ്റും നിലവിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കോൺഗ്രസ് പ്രതിനിധിയുടെ അനുഭവം എന്റെ ഇത്തരം ഒരു സംവാദ ജീവിതത്തിൽ ആദ്യം കാണുകയാണ്. ഇരിക്കട്ടെ, ഞാൻ അതൊന്നും മോശമാണെന്ന് പറയില്ല. കോൺഗ്രസിന്റെ യഥാർത്ഥ നിലവാരം ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ അതിൽ കുറച്ചൊന്നും കരുതുന്നില്ല. അപ്പൊ ആ നിലവാരം എന്തായാലും അങ്ങ് തുടരുക. എനിക്ക് എല്ലാ ഭാവങ്ങളുമാണ് എനിക്ക് അക്കാര്യത്തിൽ നേരാനുള്ളത്. പിന്നെ ഇവിടെ ഉയർന്നു വന്ന പ്രശ്നം അങ്ങനെ ഇടയ്ക്ക് കയറി ഇടപെടണ്ട. അല്ല, അങ്ങനെ ഇടയ്ക്ക് കയറി നിലവാരമില്ലാത്ത വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇടപെടും. എന്താ ഇതൊരു മര്യാദയാണോ? കോൺഗ്രസുകാർ ചരിത്രമില്ലാത്ത ആളുകളാണ്. ആ മാതിരി വർത്താനമായിട്ട് ഇങ്ങോട്ട് വരണ്ട.